ഹായ് ഫ്രണ്ട്സ്, അടുത്ത ചാപ്റ്ററാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഡെഫിനിഷൻ നോക്കാനുണ്ട്, ഒരു 3 ഡെഫിനിഷൻ. കണക്റ്റഡ് പേഴ്സൺ, പിന്നെ ഇൻസൈഡർ, പിന്നെ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എന്താണ് അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ? ഷോർട്ട് ഫോമായിട്ട് പറയുകയാണെങ്കിൽ UPSI. ഇതൊരു കമ്പനീൻ്റെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് പബ്ലിക്കലി അവൈലബിൾ അല്ല, അത് എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ല. അത് കമ്പനിയുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇൻഫോർമേഷനാണ്. ഓക്കെ, ഇൻ കേസ് ഈ ഇൻഫോർമേഷൻ അറിയാതെ അത് ലീക്കായി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനീസിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രൈസിനെ അതിന് നന്നായിട്ട് ബാധിക്കും, കാര്യമായിട്ട് ഉള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഷെയർ ആണെങ്കിൽ ഷെയറിൻ്റെ പ്രൈസിനെ അത് കൂടുതൽ ബാധിക്കും, ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ലീക്കായി കഴിഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻഫോർമേഷൻസാണ്? ഫിനാൻഷ്യൽ റിസൾട്ട്, ഡിവിഡൻസ്, ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, മെർജേഴ്സ്, ഡീമെർജർ, ആക്വിസിഷൻ, ഡീലിസ്റ്റിംഗ്സ്, ഡിസ്പോസൽസ്, എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്, ചേഞ്ചസ് ഇൻ കീ മാനേജറിയൽ പേഴ്സണൽ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ. കമ്പനീനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് എല്ലാം ഒരു സീക്രട്ട് ഇൻഫോർമേഷനാണ്, അതായത് പ്രൈവസി മാറ്റേഴ്സാണ്. ഞാൻ അടുത്തത് കണക്റ്റഡ് പേഴ്സൺ. കണക്റ്റഡ് പേഴ്സൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ കീ മാനേജറിയൽ പേഴ്സണൽ, ഓഫീസേഴ്സ്, എംപ്ലോയീസ്, സ്റ്റാഫ്, പ്രൊമോട്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനീസ്, സബ്സിഡറി കമ്പനീസ്, അസോസിയേറ്റ് കമ്പനീസ്, പിന്നെ ഈ കമ്പനിയുടെ തന്നെ ഇൻ്റർമീഡിയറീസ് ഉണ്ടാവുമല്ലോ, അതായത് ഓഡിറ്റേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ്, പിന്നെ ഏജൻസികൾ, കൺസൾട്ടൻസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ കമ്പനിയായിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒരു ബന്ധം ഉണ്ടാവും ഇവർക്ക്. ചിലപ്പോൾ അത് ടെമ്പററി ബേസിസാവാം, ചിലപ്പോൾ അത് പെർമനൻറ്റ് ബേസിസിലാവാം. ഓക്കെ, ചിലപ്പോൾ കമ്പനിയായിട്ടുള്ള ബന്ധം ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ ബേസിസിലാവാം ഈ കമ്പനിയായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഫിഡ്യൂഷ്യറി, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ബേസിസിലാവാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ പോലും കമ്പനിയായിട്ട് നല്ല അടുപ്പമുള്ള ആൾക്കാരെയാണ് നമ്മൾ കണക്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ UPSI ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഇവർക്കുണ്ടാവും, അത് ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും. ഓക്കെ, അടുത്ത ഡെഫിനിഷനാണ് ഇൻസൈഡർ. ഇൻസൈഡർ എന്ന് പറയുന്നത് ഒരാളാണ്, അതായത് അത് കണക്റ്റഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ UPSI കൈവശം വയ്ക്കുന്ന ഒരാളെ നമുക്ക് ഇൻസൈഡർ എന്ന് പറയാം, അല്ലെങ്കിൽ UPSI ഉപയോഗിക്കുന്ന ആളെ നമുക്ക് ഇൻസൈഡർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷനാണ് കംപ്ലയൻസ് ഓഫീസർ. ഇതൊരു സീനിയർ ഓഫീസറാണ്. ഓക്കെ, ഈ ഓഫീസറിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പോളിസീസ് ഉണ്ടാക്കുക, പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് എങ്ങനെ കാത്തു സൂക്ഷിക്കണം, അതുപോലെ തന്നെ UPSI അത് സംബന്ധിച്ചായിട്ടുള്ള റൂൾസ് ഉണ്ടാക്കുന്നത് ഈ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ കോഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും, അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഈ ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗലായിട്ടുള്ള മാറ്റേഴ്സ്, റെഗുലേറ്ററി ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ ഡീൽ ചെയ്യണത് ഈ ഓഫീസറാണ്. ഇനി റെസ്ട്രിക്ഷൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രേഡിംഗ് ബൈ ഇൻസൈഡേഴ്സ്. ഇവിടെ പറഞ്ഞത് സെബി റെഗുലേഷൻസ് പ്രകാരം ഇൻസൈഡർ വേറെ ആർക്കെങ്കിലും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും കമ്പനിയുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ പറ്റിയിട്ടുള്ള UPSI ആ പറഞ്ഞ ഇൻഫോർമേഷൻസ് യാതൊരു കാരണവശാലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യരുത്, അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനായിട്ടുള്ളൊരു ആക്സസ് കൊടുക്കരുത്. ഓക്കെ, പിന്നെ വേറൊരു എക്സെപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനിയുടെ പോളിസി പ്രകാരം അത് അനുവദിക്കുകയാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അത് അനുവദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇത് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് UPSI വേറൊരാൾക്ക് കൈമാറാം, അത് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ കമ്പനീസ് ഇൻസൈഡേഴ്സിനെ കുറച്ചും കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, ഈ UPSI ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കുറച്ചും കൂടി ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഈ UPSI ആരുടെ അടുത്തൊക്കെ പറയാം, ആരോടൊക്കെ അത് പറയാൻ പാടില്ല, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ UPSIയുടെ ആ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഇൻസൈഡേഴ്സിന് ന്യായമായ രീതിയിൽ നിരീക്ഷിക്കണം അവരെ. ഓക്കെ, അതുപോലെ തന്നെ ചില കേസസിലൊക്കെ നമുക്ക് ഈ UPSI നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ, നമ്മളിപ്പോൾ ഒരു വേറൊരാളായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ UPSI നമ്മൾ കൈമാറേണ്ടി വരും. എന്നാലാണ് അവർ നമ്മളായിട്ട് ബിസിനസ് ചെയ്യാൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ UPSI നമ്മൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയാണ് നമ്മുടെ കമ്പനിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ UPSI ഷെയർ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് UPSI കൈമാറാം വേറെ ആർക്കെങ്കിലും. ഓക്കെ, അതുപോലെ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ ചെയ്യണേക്കാളും 2 ദിവസം മുന്നേ ഈ പറഞ്ഞ UPSI എല്ലാവർക്കും അവൈലബിൾ ആക്കണം. അതുപോലെ തന്നെ ഒരു കമ്പനി വേറൊരു പാർട്ടിയായിട്ട് UPSI കൈമാറാമെന്ന് വെച്ചോ, ആ പാർട്ടിയും ഈ കമ്പനിയായിട്ടൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ UPSIയുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ പാർട്ടിക്കാർ ഈ പറഞ്ഞ UPSI നിയമപരമായിട്ടാണ് അത് യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ UPSI റിലേറ്റഡ് ആയിട്ട് വരുന്ന കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസൊക്കെ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നും കൂടി ഒരു ഉറപ്പ് വരുത്തും. ഓക്കെ, അതൊക്കെയാണ് ആ എഗ്രിമെൻറ്റിനകത്ത് പറയണത്. അതുപോലെ തന്നെ കമ്പനിക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് ഡിജിറ്റൽ ഡാറ്റാബേസ് വേണം. ഓക്കെ, അതായത് ആവശ്യത്തിനുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അകത്താണ് നമ്മൾ UPSI കാത്തു സൂക്ഷിക്കുന്നത്. ഓക്കെ, അത് 8 വർഷത്തേക്കെങ്കിലും നമ്മളത് സൂക്ഷിച്ച് വയ്ക്കണം. പിന്നെ ഈ ഏത് കമ്പനിയുടെ UPSI ആണോ ഇൻസൈഡറിൻ്റെ കൈവശമുള്ളത്, ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വെച്ചിട്ട് അവർക്ക് ട്രേഡിങ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. ഞാൻ അടുത്തത് ട്രേഡിംഗ് പ്ലാൻസ്. അതായത് ഈ ഇൻസൈഡേഴ്സിന് ശരിക്കും പറഞ്ഞാൽ UPSI അവർ ഡീൽ ചെയ്യണ കാരണം ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല. ട്രേഡിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ അവസാനം ഈ കംപ്ലയിൻസ് ഓഫീസറിന് കൊണ്ടേ കൊടുക്കും. കംപ്ലയിൻസ് ഓഫീസർ അത് വായിച്ച് നോക്കിയിട്ട് അവർ ഓക്കെ ആവുകയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം അവർക്ക് ട്രേഡിംഗ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ അറിയിച്ചിട്ട് അവർക്ക് ട്രേഡിംഗ് ചെയ്യാം. ഞാൻ അടുത്ത ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ട്രേഡിംഗ് ബൈ ഇൻസൈഡേഴ്സ്. ജനറൽ പ്രൊവിഷൻസിനകത്ത് പറഞ്ഞത്, ഇപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്യുമല്ലോ, ആ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള സകല ഡീറ്റെയിൽസും ഇൻസൈഡർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആരുടെ ഒപ്പം ഇരുന്നാണ് ട്രേഡ് ചെയ്യണത്, ആര് പറഞ്ഞിട്ടാണ് ട്രേഡ് ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, ഇൻസൈഡേഴ്സിൻ്റെ റിലേറ്റീവ്സ് ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചും അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് UPSI എന്ന് പറഞ്ഞ ഒരു കാര്യം മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടുത്ത ഡിസ്ക്ലോഷേഴ്സ് ബൈ സർട്ടൻ പേഴ്സൺസ്. അതുപോലെ കമ്പനിയുടെ ചില ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സ്, കീ മാനേജറിയൽ പേഴ്സണൽ, അവരൊക്കെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്ത ഡേറ്റ് ഉണ്ടാവില്ല, ആ ഡേറ്റ് മുതൽ അവരുടെ കയ്യിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ചിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ കണ്ടിന്യൂൽ ഡിസ്ക്ലോഷറിൻ്റെ അകത്ത് പറഞ്ഞത്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വെച്ചിട്ടായിരിക്കും ട്രേഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്ത് ഇപ്പോൾ മൊത്തം ട്രേഡഡ് വാല്യൂ 10 ലക്ഷം അതിൽ കൂടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനെ പറ്റി 2 ദിവസത്തിനുള്ളിൽ ഡിസ്ക്ലോസ് ചെയ്യണം, പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ അടുത്ത കോഡ് ഓഫ് ഫെയർ ഡിസ്ക്ലോഷർ. ഇതിൻ്റെ അകത്ത് പറഞ്ഞത്, ഈ എല്ലാ ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടല്ലോ, അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ പറയണ UPSI ബന്ധപ്പെട്ട കോഡ് ഓഫ് പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അത് ഉണ്ടാക്കിയിട്ട് അവരുടെ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അത് അറിയിക്കണം. പിന്നെ ഈ പറഞ്ഞ കോഡ് ഓഫ് പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ അത് ഷെഡ്യൂൾ A പ്രകാരമായിരിക്കണം അത് ഉണ്ടാക്കേണ്ടത്. ഷെഡ്യൂൾ Aൻ്റെ അത് കുറച്ച് റൂൾസും പ്രിൻസിപ്പിൾസൊക്കെ പറയുന്നുണ്ട്. അത് അനുസരിച്ചായിരിക്കണം ഈ പറഞ്ഞ കോഡ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത്, ഈ CEO അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ MD മാനേജിംഗ് ഡയറക്ടർ, ഇവർ ആണ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഷെഡ്യൂൾ B പ്രകാരം ഫോർമുലേറ്റ് ചെയ്യണത്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ട്രേഡിംഗ് ചെയ്യുമല്ലോ, ആ ട്രേഡിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതിനെ സൂപ്പർവൈസ് ചെയ്യാനും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ പ്രിവെൻഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡർ ട്രേഡിംഗ് നിരോധിക്കാൻ പറ്റും. ഫസ്റ്റത്തെ രീതിയാണ് ആ കമ്പനിയുടെ CEO ആവശ്യത്തിനുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം.
പിന്നെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓഡിറ്റ് കമ്മിറ്റീനെ രൂപീകരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ പോളിസീസ് പ്രൊസീജിയേഴ്സൊക്കെ ഫോർമുലേറ്റ് ചെയ്യണം. അത് എല്ലാ വർഷവും അത് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ലിസ്റ്റഡ് കമ്പനിക്ക് ഒരു വിസിൽ ബ്ലോവർ പോളിസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഈ പറഞ്ഞ വിസിൽ ബ്ലോവർ പോളിസിനെ പറ്റി ഒരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു എൻക്വയറി പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കണം എല്ലാ ലിസ്റ്റഡ് കമ്പനീസും. ഓക്കെ.